ഹായ് ഓൾ, വെൽക്കം ടു എജുവാലി. നമ്മളിന്ന് കേരള വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റിൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് വന്നിട്ടുള്ള ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് നമ്മൾ നോക്കണേ. ഓക്കെ, ആക്ച്വലി നമ്മൾ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും നമ്മളൊരു 10 ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് വളരെ എക്സ്ട്രീമായിട്ട് ചോദിച്ചു കാണുന്ന ഒരു PYQ ആണ്. അതായത് ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കാൻ പോലും പറ്റത്തില്ല. PSCയുടെ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സിനകത്തുള്ള ഏത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതും ഈ ഒരു ചോദ്യം തന്നെയാണ്. ചിലപ്പോൾ ഇതിൻ്റെ ടേമായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദ്യം എന്താണ്? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ഇൻ എ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിനകത്ത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് എന്താ? ഡാറ്റ റിഡൻഡൻസി ആണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഡാറ്റ റിഡൻഡൻസി ആണ്. സോ റിഡൻഡൻസി മീൻസ് എന്ന് പറയാറുണ്ട്. റിഡൻഡൻസി മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതെന്താണ്? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ. അതായത് സെയിം ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചോദിക്കുന്നതാണ്. സോ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡൻഡൻസി മീൻസ് എന്താണ്? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളത് മാറിയും തിരിഞ്ഞും PSC ചോദിക്കുന്നതാണ്. അതതുപോലെ പഠിച്ചു വെച്ചേക്കുക. അടുത്തതാണ് മെറ്റാ ഡാറ്റ ആർ സ്റ്റോർഡ് ഇൻ. മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റ എബൌട്ട് ഡാറ്റ. ഒരു ഡാറ്റയെ കുറിച്ചുള്ള വിവരങ്ങളാണ് മെറ്റാ ഡാറ്റയ്ക്കകത്ത് ഉണ്ടാവുക. അതിൻ്റെ പ്രോപ്പർട്ടി, ബിഹേവിയർ, ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ മെറ്റാ ഡാറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഡാറ്റ ഡിക്ഷണറിയിലാണ്. മെറ്റാ ഡാറ്റയ്ക്ക് എന്തുണ്ടാവും? ഒരു പെർട്ടിക്കുലർ മീനിങ് ഒക്കെ കാണും, പക്ഷെ പ്രോസസ്ഡ് അല്ല. ഓക്കെ, അപ്പോൾ ഡാറ്റ ഡിക്ഷണറിയിലാണ് മെറ്റാ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്തതാണ്, ദ യൂസർ ഹു കൺട്രോൾ ദ അലോക്കേഷൻ ഓഫ് എ സിസ്റ്റം റിസോഴ്സസ് ആക്സസ് ടു ദി യൂസർ. അതായത് ആരാണ് ഈ കൺട്രോളിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഡാറ്റാബേസിനകത്ത്? ഏതൊക്കെ കാര്യങ്ങൾ ആർക്കൊക്കെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, ആരെയൊക്കെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് അഡ്മിൻസ് ആണ് അല്ലേ. സോ ഡാറ്റ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്ലിക്കേഷൻ പ്രോഗ്രാമറുകൾ എന്താ ചെയ്യുന്നത്? ഡിസൈനിങ് ആണ് അല്ലേ. ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ സ്കീമ എന്നാണ് പറയുക. ഓക്കെ, സ്കീമ മീൻസ് സ്ട്രക്ചർ എന്നുള്ളത് ഓർത്തിരിക്കുക. സ്ട്രക്ചർ ഓഫ് എ ടേബിളിനെയാണ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസിനെയാണ് നമ്മൾ സ്കീമ എന്നുള്ളത് കൊണ്ട് പറയുന്നത്. സ്കീമ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിസൈനിങ് ആണ് അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ചെയ്യുക. അത് UI ആൻഡ് UX എന്നൊക്കെ നമ്മൾ പഠിക്കും. അതായത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ചെയ്യുക. നേവ് യൂസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ആണ്. അൺസോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനെപ്പറ്റി കൃത്യമായി ഇതൊക്കെ എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്തേക്കണേ എന്നുള്ള ധാരണ ഉണ്ടാവില്ല. പക്ഷെ ഇതിനകത്തുനിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഞാനൊരു ഗൂഗിൾ ഫോം തരുവാണെന്നുണ്ടെങ്കിൽ നെയിം യൂസേഴ്സ് എന്ന് പറയുന്ന ഒരാൾക്ക് നെയിം എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നെയിം എഴുതി കൊടുക്കണം എന്നുള്ളത് അറിയാം. ഏജ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏജ് എഴുതി കൊടുക്കണം എന്നറിയാം. അത്രയുള്ള അറിവേ ഉണ്ടാവുള്ളൂ. അല്ലാതെ എങ്ങനെയാണ് ഈ ഗൂഗിൾ ഫോം മീൻസ് ഉണ്ടാക്കിയേക്കണത്, അതിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെ വർക്ക് ചെയ്തു, ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിവുകളൊന്നും ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ളവർ തന്നെയാണ് സാധാരണ കോമൺ പീപ്പിളിനെയാണ് നെയിം യൂസർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതാണ് ദ റോ ഇൻ എ റിലേഷണൽ ഡാറ്റ ടൈപ്പ്. ഒരു റിലേഷണൽ ഡാറ്റാബേസിനകത്തെ റോയിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചേക്കണേ. റോയിനെ പറയുന്ന പേരാണ് ടപ്പിൾ. കോളത്തിനെ നമ്മൾ ഡൊമെയിൻ, ആട്രിബ്യൂട്ട് എന്നൊക്കെയാണ് പറയുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കാൻഡിഡേറ്റ് കീ ഇസ് ചൂസൺ ആസ് എ യൂണീക്ക് ഐഡന്റിഫയർ ഫോർ എ ടേബിൾ. ഒരു ടേബിളിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആരാ സെലക്ട് ചെയ്യുന്നത്? പ്രോഗ്രാമേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ പ്രോഗ്രാമേഴ്സ് ആണ്. അപ്പോൾ ഒരു ടേബിളിന് വേണ്ടി യുണീക്ക് ഐഡന്റിഫയർ ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് കീനെ നമ്മൾ എന്താ പറയുന്നത്? പ്രൈമറി കീ എന്നാണ് പറയുക. അതായത് ഒരു കാൻഡിഡേറ്റ് കീനെ ഒരു ടേബിളിന് വേണ്ടിയിട്ട് യുണീക്ക് ഐഡന്റിഫയർ ആയിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ് കീനെയാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത് പ്രൈമറി കീ അല്ലാത്ത മറ്റ് കാൻഡിഡേറ്റ് കീസിനെയാണ്
ആൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. പ്രൈമറി കീ അല്ലാത്ത കാൻഡിഡേറ്റ് കീസിനെയാണ് എന്താണ് ആൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. സൂപ്പർ കീ എന്ന് പറയുന്നത് പ്രൈമറി കീയുടെ കൂടെ എന്താണ് അനദർ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്. ഈ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രൈമറി കീയുടെയും വേറെ ഏതെങ്കിലും കീയുടെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ സൂപ്പർ കീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ നമ്പർ ഓഫ് ടപ്പിൾസ് ഇൻ എ റിലേഷൻ. ഒരു ടേബിൾ എന്നുള്ളതിന്റെ വേറൊരു പേരാണ് റിലേഷൻ കേട്ടോ. അപ്പോൾ ഒരു ടേബിളിനകത്തുള്ള നമ്പർ ഓഫ് ടപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചേ? റോ അല്ലെ? റോ. ഓക്കെ. അപ്പോൾ ഒരു ടേബിളിനകത്ത്, ഒന്നുകൂടെ പറയാം, റിലേഷന്റെ വേറൊരു പേരാണ് ടേബിൾ, ടപ്പിൾസിന്റെ വേറെ പേരാണ് റോ. അപ്പോൾ ഒരു ടേബിളിനകത്തുള്ള നമ്പർ ഓഫ് റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷനകത്തുള്ള നമ്പർ ഓഫ് ടപ്പിൾസിനെയാണ് നമ്മൾ കാർഡിനാലിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാർ ഇട്ട് വെച്ച് ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ റിലേഷണൽ ഓപ്പറേഷൻ സെലക്ട് ടപ്പിൾ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ടപ്പിൾ സെലക്ട് ചെയ്യുന്ന ഓപ്പറേഷനെ നമ്മൾ സെലക്ട് എന്നാണ് പറയുന്നത്. സെലക്ടിന്റെ കൂടെയാണ് വേർ ക്ലോസ് വരുന്നത്, അതുപോലെ തന്നെ ലൈക്ക് ക്ലോസ് വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. വേർ ക്ലോസ് കംസ് വിത്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. വേർ ക്ലോസ് എന്തിന്റെ കൂടെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ സെലക്ടിന്റെ കൂടെയാണ്. ലൈക്ക് എന്ന് പറയുന്ന ക്ലോസും സെലക്ട് എന്ന് പറയുന്ന ഓപ്പറേഷന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇത് ഒരു റെയർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വന്നു കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആവാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ദ കാർഡിനാലിറ്റി ഓഫ് എ റിസൾട്ടന്റ് റിലേഷൻ ഓഫ് എ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻ. അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇൻ ടു റിലേഷൻ വിത്ത് കാർഡിനാലിറ്റി 6 and 5 ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ കയ്യിൽ 2 ടേബിൾ ഉണ്ടാവും. ഈ 2 ടേബിളിനകത്തെയും റോസ് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് കോമ്പിനേഷൻ ഓഫ് ഔട്ട്പുട്ട് എന്നുള്ളതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതേപോലത്തെ. അപ്പൊ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ടേബിളിനകത്ത് നമ്മളുടെ കയ്യിൽ 2 ടേബിൾ ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. ഈ ഒരു ടേബിളിനകത്ത് m നമ്പർ ഓഫ് റോ ഉണ്ട്, ബി എന്ന് പറയുന്ന ടേബിളിന് n നമ്പർ ഓഫ് റോസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും എ ക്രോസ് ബി ചെയ്ത് കിട്ടുക. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഈ എ എന്ന് പറയുന്ന ടേബിളിനെയും ബി എന്ന് പറയുന്ന ടേബിളിനെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കിട്ടുന്ന ടേബിളാണ്. അപ്പൊ എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് റോ എന്ന് പറയുന്നത് m ഇൻറ്റു n ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഒരു ഇക്വേഷൻ ആണ് പറയുന്നത്. എ ഇൻറ്റു ബി എന്ന് പറയുന്ന നമ്മളുടെ ഇക്വേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് വി ഹാവ് എന്താണ് എ ടേബിൾ വിത്ത് n, if we have ഒന്നുകൂടെ പറയാം. if a table, if we have അങ്ങനെ എഴുതാം. if we have a table with m number of rows and another table with n number of rows, then while applying Cartesian product, the total number of rows in the output relation, output table എന്നുള്ളതാണ് output relation, will be എന്താണ് m cross n. ഇതാണ് ഷോർട്ട് കട്ട്. അതായത് നമുക്ക് ഒരു ടേബിൾ ഉണ്ട്, അതിന് m റോ ആണ്. വേറൊരു ടേബിൾ ഉണ്ട്, അതിന് n റോസ് ഉണ്ട്.
അപ്പോൾ ഈ രണ്ടെണ്ണം കൂടെ എന്ത് ചെയ്യാണ്, നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യുവാണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഔട്ട്പുട്ട് റിലേഷനിൽ എത്ര റോസ് ഉണ്ടായിരിക്കും, വിൽ ഹാവ് എത്ര ഉണ്ടായിരിക്കും, m into n നമ്പർ ഓഫ് റോസ്. ഇതാണ് ആ ഒരു കണ്ടന്റ്. സോ നമ്മളുടെ കയ്യിൽ 2 ടേബിൾ ഉണ്ട്. ഒരു ടേബിളിൽ m നമ്പർ ഓഫ് റോസ് ഉണ്ട്, അനദർ ടേബിളിൽ n നമ്പർ ഓഫ് റോസ് ഉണ്ട്. അപ്പോൾ അതിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഇതിനെ രണ്ടിനെയും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് റിലേഷനകത്ത് എത്ര നമ്പർ ഓഫ് ടപ്പിൾസ് ഉണ്ടായിരിക്കും, m into n എത്രയാണോ അത്ര ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് നോക്കി ഇവിടെ എത്ര ഉണ്ടായിരിക്കും, ഒരെണ്ണത്തിന് 6 ഉണ്ട്, വേറൊരെണ്ണത്തിന് എത്രയാണ് 5 ഉണ്ട്. അപ്പൊ 6 into 5 എത്രയാ, 30 അല്ലെ. അപ്പൊ 30 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 30 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഹൗ മെനി ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ഇസ് അവൈലബിൾ ഇൻ DBMS? അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹൈഡിങ് അൺവാണ്ടഡ് കണ്ടന്റ് ആണ് അല്ലെ. ഹൈഡിങ് അൺനെസസറി ഡീറ്റെയിൽസ് ഫ്രം യൂസറിന് ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാപ്പിയപ്പച്ച സിനിമയ്ക്കകത്ത് അവർ ആ വോട്ട് പിടിക്കാനൊക്കെ നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് എല്ലാവർക്കും ഡ്രസ്സൊക്കെ കൊടുക്കത്തില്ലേ. അപ്പൊ ആ ഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് അവരെന്താ ചെയ്യണേ, ആദ്യ ഒരാൾക്ക് കൊടുത്ത ഡ്രസ്സ് അപ്പുറത്തിരുന്നിട്ട് ധർമ്മജൻ വാങ്ങിക്കുന്നുണ്ട് അല്ലെ, അതിന്റെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട്. പക്ഷെ ആ ക്യാമറയിൽ എടുക്കുന്ന സീനിൽ അത് കാണിക്കുന്നുണ്ടോ, ഇല്ല. ഒരു ഡ്രസ്സ് എല്ലാവർക്കും ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവിടെ ആക്ച്വലി എന്താ ചെയ്യണേ, നേരത്തെ കൊടുത്തിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് അവർ പോകുന്ന വഴിക്ക് കളക്ട് ചെയ്തിട്ട് തിരിച്ച് ആ ഒരു പെട്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ടാണ് ദിലീപ് അത് എടുത്തു കൊടുക്കുന്നത് അല്ലെ. ആ ഒരു സിറ്റുവേഷൻ ഓർക്കുക. അപ്പം ആ ടി വിയിൽ അവർ ആ ഒരു ഇലക്ഷൻ പ്രചാരണത്തിന്റെ ആ ഒരു കാര്യങ്ങൾ ടി വിയിൽ കാണിക്കുമ്പം ടി വിയിൽ കാണുന്നവരെന്തേ കാണുന്നുള്ളൂ, ഓ ഇവര് എല്ലാവർക്കും ഡ്രസ്സൊക്കെ കൊടുക്കുന്നു എന്നുള്ളതേ കാണുന്നുള്ളൂ അല്ലെ. അൺവാണ്ടഡ് ആയിട്ട് ആ ധർമ്മജൻ ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് മേടിക്കുന്ന കണ്ടന്റുകൾ എന്ത് ചെയ്തേക്കാണ്, ഹൈഡ് ചെയ്തേക്കാണ്. അപ്പൊ അതേപോലെ തന്നെ DBMSനകത്താണെങ്കിലും HTMLനകത്താണെങ്കിലും അതുപോലെ തന്നെ C++നകത്ത് ജാവാസ്ക്രിപ്റ്റിനകത്ത് ഒക്കെ ആണെങ്കിലും അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിന് ആവശ്യമില്ലാത്ത കണ്ടന്റുകൾ യൂസറിന്റെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പൊ DBMSനകത്ത് എത്ര ലെവൽ ഉണ്ടെന്നാണ് ചോദിച്ചേക്കണേ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒക്കെ ഒന്ന് വെച്ച് മനസ്സിലാക്കി പോവാട്ടോ. പഠിക്കാൻ ഒത്തിരി ടഫാണ് എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള എക്സാമ്പിൾ ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എത്ര ലെവൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ലെവലാണുള്ളത്. ഫിസിക്കൽ, അതുപോലെ തന്നെ ലോജിക്കൽ, അതുപോലെ തന്നെ എന്താണ് വ്യൂവിനെ നമ്മൾ എൻഡ് ലെവൽ എന്നും പറയാറുണ്ട്. യൂസറിനോട് ഏറ്റവും അടുത്തുള്ളതാണ്, വെരി ക്ലോസ് ടു യൂസർ എന്നുള്ളതും കൂടെ ഓർക്കുക. അപ്പൊ 3 തരത്തിലുള്ള ഡാറ്റ അബ്സ്ട്രാക്ഷൻസ് ആണ് DBMSനകത്തുള്ളത്. ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ആൻഡ് വ്യൂ ലെവൽ അല്ലെങ്കിൽ എൻഡ് ലെവൽ. ഏറ്റവും യൂസറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എപ്പോഴും വ്യൂ ലെവൽ അബ്സ്ട്രാക്ഷൻ ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഏറ്റവും കോർ സൈഡാണ് ലോജിക്കൽ വരുന്നത്. ഫിസിക്കലിനും വ്യൂവിനും ഇടയിലുള്ള ഏറ്റവും കോർ ലെവലാണ് ഫിസിക്കൽ വരുന്നത്. സ്ട്രക്ചറിന്റെ ഡീറ്റെയിൽ ഒക്കെ ഹൈഡ് ചെയ്യുന്നതൊക്കെ ഇവിടെ ആയിരിക്കും. ലോജിക്കൽ മീൻസ് അതിന്റെ സിന്റാക്സുകളും കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തത് ഹൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫിസിക്കലിനും വ്യൂവിനും ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നതാണ് ലോജിക്കൽ ലെവൽ അബ്സ്ട്രാക്ഷൻ എന്നുള്ളത് ഓർക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.